ഇന്ന് ഞാൻ ഒരു വാനില കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 8 ഇഞ്ചിൻ്റെ അലുമിനിയം പാത്രമാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് എല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എഗ്ഗ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 6 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടല്ലോ. ഇനി ബീറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ലതുപോലെ ഫ്ലഫിയായി ബീറ്റ് ചെയ്യണം. ഞാനിവിടെ 1/4 കപ്പ് നോർമൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെയായി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഓവർ മിക്സിങ് ചെയ്യരുത്. അഥവാ ഓവർ മിക്സിങ് ചെയ്താൽ കേക്ക് പൊന്തി വരാൻ ചാൻസ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ബാറ്റർ ഒഴിച്ച് വെക്കാൻ ഒരു പാത്രം വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 20-25 മിനിറ്റ് വരെ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം കയ്യുമേ ഒട്ടുന്നില്ലെങ്കിൽ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്കൊന്ന് ഈ ഒരു കത്തി വെച്ച് കൊണ്ടൊന്ന് അടർത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ എല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് നല്ലതുപോലെ സ്പോഞ്ചായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഇത് നല്ലതുപോലെ തണുക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് ഒരു ബൗൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ലോ സ്പീഡിലിട്ട് നല്ലതുപോലെ തിക്കാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ലോ സ്പീഡിലിട്ട് നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇത് 6-7 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ആയി കിട്ടും.
ഇനി നമുക്ക് ഹൈ സ്പീഡിലിട്ട് നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ വിപ്പായി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ തന്നെ അടിയിലേക്ക് ഇട്ടാൽ ഒട്ടും കൊഴിഞ്ഞു ചാടാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇത് കിട്ടും. ഇനി ഒരു 15 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനൊരു പാത്രം വെച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗള് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം, ഒരു നല്ല ഗ്ലേസിങ്ങിനായിട്ട്. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഗനാഷ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള കേക്കാണ്. ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ടേബിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. കേക്കിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഗനാഷ് ചേർത്ത് കൊടുക്കാം. ഇനി ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം വെച്ച് കേക്ക് ഫുള്ള് കവർ ചെയ്തെടുക്കാം. കേക്ക് ഫുള്ള് ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗനാഷ് ചേർത്ത് കേക്ക് ഫുള്ളും കവർ ചെയ്തെടുക്കാം.
ഭംഗിക്ക് വേണ്ടി പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.